ഇവന്റെ 30ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ അന്ന് മുതൽ ഇവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ മഴ വഴി മുടിയൊക്കെ നനഞ്ഞിരിക്കും. എടാ ഇത് രാവിലെ തല കുളിച്ചെന്റെ തോർത്താൻ വിട്ടുപോയി. നീ ഇപ്പൊ രാവിലെ കുളിക്കാൻ തുടങ്ങിയ? പിന്നെ 2 നേരം കുളിക്കും, രാവിലെയും കുളിക്കും വൈകിട്ടും കുളിക്കും. ആഴ്ചയിൽ 1 വട്ടം മാത്രം കുളിച്ചുകൊണ്ടിരുന്ന ഇവൻ ഇപ്പോൾ ഡെയിലി 2 വട്ടം കുളിക്കുന്നു. എടാ നിനക്ക് ഇൻഷുറൻസ് എടുക്കുന്ന ആരെങ്കിലും അറിയാം? ഇത് വണ്ടിയുടെ ആണോ? അല്ലടാ ഹെൽത്തിന്റെ. കടങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ പോലെ എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാനാണ്. ഇവനെ മാറ്റി നിർത്തി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ നീയെങ്കിലും എന്നോട് ചോദിച്ചില്ലോടാ. എന്റെ ഊഹം തെറ്റിയില്ല, ഇവൻ എന്തോ പ്രശ്നമുണ്ട്. പറ, എന്താണ് നിന്റെ പ്രശ്നം? എടാ എനിക്കിപ്പോ പഴയ പോലെ ഒന്നും വായി നോക്കാൻ പറ്റുന്നില്ല. കണ്ണിന് മങ്ങലുണ്ടോ? കണ്ണിനും മങ്ങലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഈ സ്കൂളിലും കോളേജിലുള്ള പിള്ളേരെ കാണുമ്പോൾ എനിക്ക് പഴയ ഫീലൊന്നും കിട്ടുന്നില്ല. കഥ ഇതെങ്ങോട്ടേക്കാ പോകുന്നത്? പെണ്ണ് കിട്ടാത്തോണ്ട് ഇവൻ ഗേ ആയി മാറി. നീ എന്താണ് ഇപ്പൊ എന്നെ പോലെ ഷോർട്സ് ഒന്നും ഇല്ലാത്ത? ഫുൾ ടൈം ഉണ്ടാണുള്ള. അയ്യോ എടാ മുണ്ടാടാ കംഫർട്ട്. ഇതിന് മടക്കി കുത്തിയൊക്കെ എവിടെ വേണമെങ്കിലും ഇരിക്കാം. നിനക്ക് ഞാൻ എന്തോരോ റീൽസ് ആണ് ഇൻസ്റ്റയിൽ അയച്ചിട്ടേക്കണം. ഒന്നിനും ഒരു റിയാക്ഷനും ഇല്ല, റിപ്ലൈയും ഇല്ല. ഞാനിപ്പോ ഇൻസ്റ്റ ഒന്നും യൂസ് ചെയ്യാൻ ഓടിയില്ലടാ. ഫേസ്ബുക്ക് ഉണ്ട്, അതിലേ ഇപ്പൊ ആക്റ്റീവ്. ഒടുവിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി.